ലോക്സഭാ മണ്ഡല പുനർനിർണയ നീക്കത്തിന് എതിരെ തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് പ്രമേയം അവതരിപ്പിക്കും. മുഖ്യമന്ത്രി വിജയാണ് നിലവിലുള്ള 543 ലോക്സഭാ സീറ്റുകളുടെ സ്ഥിരമായ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുന്നത്. 2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പിലാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്യും. അതേസമയം ക്രിസ്തു മതം തനിക്ക് പകർന്നു നൽകിയ അറിവുകൾ തമിഴ് പഠിക്കുന്നതിലൂടെ ലഭിക്കില്ലെന്ന് തമിഴ്നാട് ധനമന്ത്രിയുടെ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. തമിഴ് ഭാഷയെ അവഹേളിച്ചുവെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തി. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും മനു ഭരത്താണ് നമ്മളോടൊപ്പം ചേരുന്നത്. മനു, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 ആകുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? തുടർ നടപടികൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന് ഉള്ളത്. സ്വാഭാവികമായും ജനസംഖ്യ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ്. പക്ഷേ തമിഴ്നാട് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. ജോസഫ് വിജയ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, വളരെ ക്രിയാത്മകമായി ജനസംഖ്യാ നിയന്ത്രണം ഒക്കെ ഏർപ്പെടുത്തിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാകും. ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട് നിയമസഭയിൽ ഈ മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരാനും അത് പാസാക്കാനുമുള്ള ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വിജയ് തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരുമായി ഒക്കെ ഒരു യോഗം ചേർന്നിരുന്നു. അതിന് ശേഷമാണ് ഇത്തരം ഒരു പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. പക്ഷേ അവിടെ ഈ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ എല്ലാ കക്ഷികളെയും ക്ഷണിച്ചിരുന്നെങ്കിലും 21 MP-മാരാണ് അവിടെ നിന്ന് ഹാജരായിട്ടുള്ളത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ രാജ്യസഭയിലും ലോക്സഭയിലുമായി 57 പേരാണ് മൊത്തത്തിൽ ഉള്ളത്. 39 പേർ ലോക്സഭയിലും മറ്റ് 18 പേർ രാജ്യസഭയിലുമാണ് തമിഴ്നാട്ടിൽ നിന്ന് MP-മാരായി ഉള്ളത്. 21 പേരാണ് വിജയ് വിളിച്ച യോഗത്തിൽ വന്നത്. അത് കോൺഗ്രസിൽ നിന്നുള്ള MLA-മാരും അതുപോലെ CPI-യും CPM-ൽ നിന്നുമുള്ള MLA-മാരും ഒക്കെ യോഗത്തിന് പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. P. ചിദംബരം വന്നു. അതുപോലെ VCK-യുടെ തോൾ തിരുവാമലനും ഒക്കെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതേസമയം DMK-യും അതുപോലെ ADMK-യും ഇതിനോട് സഹകരിക്കുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. അപ്പോൾ കൂട്ടായ ഒരു നീക്കം ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും സീറ്റുകളുടെ എണ്ണം ഇത് ഇപ്പോൾ നിലവിലുള്ളതുപോലെ 543ലേക്ക് നിജപ്പെടുത്തണം. അതുപോലെ ലോക്സഭയിലും രാജ്യസഭയുടെ സീറ്റ് അനുപാതവും കൃത്യമാക്കി നിജപ്പെടുത്തണം എന്നൊരാവശ്യമാണ് വിജയ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 33% ഉയർത്തുന്നതിനുള്ള നടപടികൾ വേണമെന്ന് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഈ തമിഴ്നാട്ടിൽ നടക്കുന്ന മറ്റൊരു വലിയ വിവാദമാണ്. അത് കഴിഞ്ഞ ദിവസം ആണ് ധനമന്ത്രി തൻ്റെ ബജറ്റ് ചർച്ചകൾക്കിടയിൽ നൽകിയൊരു മറുപടിയിൽ ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ബജറ്റ് പ്രസംഗത്തിന് നൽകുന്ന മറുപടിക്കിടെ മാരി വിൽസണിൻ്റെ പ്രയോഗങ്ങൾ തമിഴിലെ വ്യാകരണ പിശകുകളാണ് എന്ന് TM രാജേന്ദ്രൻ MLA അവിടെ ആക്ഷേപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. MDMK MLA ആണ് TM രാജേന്ദ്രൻ. അപ്പോൾ നല്ല തെറ്റില്ലാത്ത തമിഴ് പറയാൻ മാരി വിൽസൺ തയ്യാറാകണം എന്ന് MLA പറഞ്ഞു. ഇതിന് മറുപടിയായാണ് ഈ ധനമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കിയത്. താൻ ക്രിസ്ത്യനാണ്, ക്രൈസ്തവനായി ജനിച്ചതുകൊണ്ട് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ കാര്യങ്ങൾ തനിക്ക് കൂടുതൽ അറിയാം. എത്ര തമിഴ് പഠിച്ചാലും ചിലർക്ക് അത് അറിയുന്നില്ല എന്നൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഏതായാലും അത് തമിഴിനെ അധിക്ഷേപിച്ചു എന്ന തരത്തിലൊക്കെയുള്ള ആ പ്രയോഗം വിവാദമായിരിക്കുന്നു. അതിനെതിരെ BJP രംഗത്ത് വന്നിരിക്കുന്നു. തമിഴ് പഠിച്ചാൽ സ്നേഹവും കരുണയും അങ്ങനെയുള്ള മൂല്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു രീതിയിലാണ് ഈ പ്രസംഗം എന്നൊക്കെയുള്ള തരത്തിൽ ആണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിഷേധവുമായി അവർ രംഗത്തെത്തുന്നു. അങ്ങനെ തമിഴ്നാട് സഭയിൽ വലിയ നാടകീയ രംഗങ്ങൾക്കൊക്കെ ഇന്ന് സാക്ഷ്യം വഹിക്കും സഭ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തമിഴ്നാടിനെ പിടിച്ച് കുലുക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അതെ, വലിയ രീതിക്കുള്ള നാടകീയ രംഗങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഇന്ന് സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്നും മനു ഭരത്താണ് നമ്മളോടൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.